പ്രകൃതി ദുരന്തങ്ങളൊന്നും നമ്മളെ മുൻകൂട്ടി അറിയിച്ച് സംഭവിക്കുന്നതല്ലോ. അത്രയുള്ള ദുരന്തമാണ്. ദുരന്തങ്ങളൊന്നും മുൻകൂട്ടി അറിയിച്ചുണ്ടാകുന്നല്ലോ. പ്രകൃതി മാറ്റി വെച്ചാൽ ദുരന്തങ്ങളൊന്നും നമ്മളെ മുൻകൂട്ടി അതുകൊണ്ടാണ് സുനാമി എന്ന് പറയുന്ന സാധനം നമ്മൾ മുൻകൂട്ടി അറിയുന്നല്ല. ഈ ജപ്പാനിൽ വലിയ സുനാമി ആയിരുന്നു. മുൻകൂട്ടി അറിഞ്ഞിരുന്നെങ്കിൽ എത്രത്തോളം എന്താ പറയാ ശാസ്ത്രീയപരമായിട്ട് മുന്നിൽ നിൽക്കുന്ന ഒരു രാജ്യമാണ് ജപ്പാൻ. മുൻകൂട്ടി അറിയുന്നത് കൊണ്ടാണ് അവർക്ക് പിടിച്ചിരിക്കാൻ പണ്ട് കാലത്തുണ്ടായിരിക്കുന്നതിന്റെ 1/4 പോലും ആളുകളൊന്നും മരിക്കത്തില്ല. ഇയാൾക്ക് ഇത് അറിഞ്ഞുകൂടാത്തോണ്ടാണ് അങ്ങനെ അങ്ങ് പറയുന്നത്. വെള്ളത്തെ പിടിച്ചു നിർത്താൻ പറ്റുമോ സാർ? വീണ്ടും ഇങ്ങനെയാ പറയുന്നത്. വെള്ളത്തെ അല്ലെന്ന് വെള്ളം വരുമെന്ന് ഈ മഴ വരുന്നതും വെള്ളം വരുന്നതും ഒക്കെ നമുക്ക് പ്രവചിക്കാൻ കഴിയുന്നതും അതിന് മുമ്പ് എടുക്കാൻ പറ്റുന്ന നടപടി എടുക്കാൻ കഴിയുന്നത് കൊണ്ടാണ് നമ്മൾ ഈ നിലവാരത്തിൽ ഈ നഗരങ്ങളൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്നത്. അല്ലെങ്കിൽ ഉണ്ടാക്കാൻ പറ്റത്തില്ല. വെള്ളം സുനാമി ഉണ്ടാകുന്ന എന്തോ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ എന്ന് പറഞ്ഞാൽ ഏഷ്യൻ പ്ലേറ്റും പസഫിക് പ്ലേറ്റും തമ്മിൽ കൂട്ടിമുട്ടുന്ന സ്ഥലമാണ് ജപ്പാൻ. അതുകൊണ്ടാണ് അവിടെ ഇത്രയധികം ഭൂമികുലുക്കം ഉണ്ടാകുന്നത്. അപ്പോൾ ആദ്യകാലത്ത് ആളുകൾ എന്താ ചെയ്തത്? വലിയ കൊടുങ്കാറ്റ് വരും അവിടെ. പസഫിക്കിന്റെ ഇത് കിടക്കുന്നുണ്ട്. വലിയ കൊടുങ്കാറ്റ് വരും. കൊടുങ്കാറ്റ് വരുന്ന കാരണം കൊണ്ട് ഉറച്ച ഒരു കെട്ടിടം ഉണ്ടാക്കുകയാണ് വേണ്ടതെന്ന് തീരുമാനിച്ചു. അങ്ങനെ അവർ ഉറച്ച കെട്ടിടം ഉണ്ടാക്കി. അപ്പോൾ എന്ത് കഴിഞ്ഞ് ഭൂമി കുലുങ്ങി. ഭൂമി കുലുങ്ങിയപ്പോൾ ഈ ഉറച്ച കെട്ടിടമാണ് തലയിൽ വീണ് ചത്ത്. അല്ല, മനസ്സിലാക്കണം, മനുഷ്യർ പരിഹരിച്ചതാ ഇത് ഓരോന്ന്. അപ്പം നമ്മൾ മനുഷ്യന് മാത്രമാണ് ഭൂമി കുലുക്കത്തിൽ ഏറ്റവും കൂടുതൽ മരിക്കുന്നത്. അത് കഴിഞ്ഞാൽ സ്വന്തം പെര വീണാണ് മരിക്കുന്നത്. അല്ലാതെ മറ്റ് ജീവികൾ ഇങ്ങനെ മരിക്കത്തില്ല. അവർ പേടിക്കത്തേ ഉള്ളൂ. അതുകൊണ്ട് ഒരു വള്ളം കുലുങ്ങുന്നത് പോലെയാണ് നമ്മൾ ഈ ഭൂമി കുലുക്കം എന്ന് മനസ്സിലാക്കേണ്ടത്. അത് ഇങ്ങനെ കുലുങ്ങത്തേ ഉള്ളൂ. ആ സമയത്ത് തലയിൽ വീഴുന്നത് മുഴുവൻ നമ്മുടെ പെരയാണ്. അതുവരെ നമ്മളെ രക്ഷിച്ച പെര തന്നെയാണ് നമ്മളെ തലയിൽ വീഴുന്നത്. അതുകൊണ്ടാണ് മനുഷ്യരെ മരിക്കാറുള്ളൂ ഈ ഭൂമി കുലുക്കത്തിനകത്ത്. വളരെ കുറച്ച് ജീവികൾ, നമ്മൾ വളർത്തുന്ന ജീവികളായിരിക്കും കൂടുതൽ. ഇങ്ങനെ മനസ്സിലാക്കണം. അപ്പം നമ്മൾ ഈ പറയുന്നത് ഈ വെള്ളപ്പൊക്കം അവിടെ ഇങ്ങനെ വരുമെന്ന് അറിഞ്ഞിട്ട് ഇന്ന് അവിടെ ഈ 2 തരത്തിലും പെര വയ്ക്കാൻ പറ്റത്തില്ലെന്നല്ലേ അപ്പോൾ വന്നത്. കാരണം വലിയ കൊടുങ്കാറ്റ് വരുമ്പോൾ പിടിച്ചു നിൽക്കാൻ വേണ്ടി കട്ടിയുള്ളത് വെക്കുമ്പോൾ ഭൂകമ്പം വരുമ്പോൾ അത് തലയിൽ വീഴുന്നതായി. അപ്പോൾ ഇത് രണ്ടിനും കൂടെ പരിഹരിക്കുന്ന പെരകൾ ഇന്നുണ്ടാക്കിയിട്ടുണ്ട്. ഭൂമി കുലുക്കം വരുന്ന സമയത്ത് ഈ കുലുക്കത്തിനെ ബാലൻസ് ചെയ്യാൻ ഇതിൻ്റെ നടുക്ക് വലിയ പെൻഡുലം പോലത്തെ സാധനങ്ങളാണ് ഇന്ന് വലിയ കെട്ടിടങ്ങളിലുള്ളത്. അപ്പം അങ്ങോട്ടൊന്ന് ചായുന്ന സമയത്ത് ഈ നടുക്കുള്ള പെൻഡുലം ഇച്ചിരി ഇങ്ങോട്ട് നീങ്ങും. അപ്പോൾ അങ്ങോട്ട് കൂടുതൽ കുലുങ്ങാനൊക്കത്തില്ല. അങ്ങനെ അത് ബാലൻസ് ചെയ്യുന്ന വീടുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതേപോലെ റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ നടുക്കൂടെ കമ്പി ഇട്ട് ഇങ്ങനെ കെട്ടുന്നത് കൊണ്ട് എല്ല് കെട്ടുന്ന പോലെ കെട്ടിയപ്പോൾ കല്ല് വീണ് ചാകുന്നത് നിന്നത് അങ്ങനെയാണ്. അപ്പം ഇങ്ങനെയാണ് ഇന്നിപ്പം നമ്മൾ ഈ ജപ്പാനിൽ നിങ്ങൾ പോയാൽ ഈ നമ്മുടെ ലോകത്തുള്ള ഏറ്റവും വലിയ പൊക്കമുള്ള കെട്ടിടങ്ങളെല്ലാം അവിടെയുണ്ട്. അവിടെ എങ്ങനെ ഉണ്ടാക്കും നമ്മൾ പറയുന്ന പോലാണെന്നുണ്ടെങ്കിൽ അപ്പോഴാണ് അത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ അറിവ് വന്നതുകൊണ്ടാണ്. അതാ പറഞ്ഞ അത്രയും. അതുകൊണ്ടാണ് ഞാൻ സാറിനോട് കൂട്ടി വായിച്ചത്. ജപ്പാൻ കൂട്ടി വായിക്കാനുള്ള കാരണം എന്താ? ശാസ്ത്രീയപരമായി ഏറെ പുരോഗതിയുള്ള, ഏറെ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു അമേരിക്കയോടൊപ്പം കടപിടിക്കാൻ പറ്റുന്ന ഒരു രാജ്യമാണ് ജപ്പാൻ. ശാസ്ത്രീയപരമായിട്ട് അവർ അതുപോലെയാണ് വികസിപ്പിച്ച് കൊണ്ടുവന്നിട്ടുള്ള പല കാര്യങ്ങളും. അപ്പോൾ അത്തരത്തിലുള്ളൊരു രാജ്യത്തിന് പോലും സുനാമി ഇന്ന് വരും എന്ന് പ്രവചിക്കാൻ പറ്റില്ല. സുനാമി ഇന്ന് വരുമെന്ന് പറയുന്നത് സുനാമിയിലല്ല അതിരിക്കുന്നത്, ഭൂമി കുലുക്കത്തിലായിരിക്കുന്നത്. ഇയാൾക്ക് ഭൂമി കുലുക്കം വരുമെന്ന് എന്നോട് പറയാൻ പറ്റുന്നില്ല, പറയാൻ കഴിയില്ല. അത് പറഞ്ഞാൽ അത്ര ആഴത്തിലത് നടക്കുന്നത്. ഭൂമിക്ക് അകത്തേക്ക് നമുക്ക് ഭൂമിക്ക് പുറത്തേക്ക് കാണുന്നത് പോലെ, ഇപ്പോൾ ടെലസ്കോപ്പ് വെച്ച് കാണുന്നത് പോലെയോ അല്ലെങ്കിൽ മൈക്രോസ്കോപ്പ് വെച്ച് കാണുന്നത് പോലെയോ കാണാൻ കഴിവുള്ള സ്ഥലമല്ല ഭൂമിക്ക് ഉൾവശം. അപ്പോൾ ഈ മുല്ലപ്പെരിയാറിൽ ഭൂമി കുലുക്കം ഉണ്ടാകില്ലെന്ന് എങ്ങനെ പറയാൻ പറ്റും? ഇവിടുത്തെ നമുക്ക് ഇതുവരെയുള്ള ഭൂമിയെ പറ്റിയായി പറയുന്നത്. ഞാനത് പറഞ്ഞില്ലേ, ഭൂമിയിലെ ജപ്പാനിലെ 7ഓ 10ഓ വരെയുള്ള റിച്ചർ സ്കെയിലിൽ ഉണ്ടാകുന്ന ഭൂമി കുലുക്കം ഉണ്ടാകും, സംശയമൊന്നും വേണ്ട. ഈ ഹിമാലയത്തിന് അവിടെ ഉണ്ടാവും, സംശയം വേണ്ട. ആൽസിന്റെ അവിടെ ഉണ്ടാവും, മുല്ലപ്പെരിയാറിൽ ഉണ്ടാവില്ല. മുല്ലപ്പെരിയാറിൽ ഈ 7-10 ഉണ്ടാകത്തില്ല. ഇല്ല, അത് അങ്ങനെ അറിയണോ? അത്രയാണ് ശാസ്ത്രം ഉള്ളത്. അതെങ്ങനെ ഉറപ്പിച്ചു? ഇതാണ് ഞാൻ ഈ പറഞ്ഞോണ്ടിരിക്കുന്നത്. ഇയാൾ ഈ റോഡിൽ ചെല്ലുമ്പോൾ വണ്ടി ഇടിച്ച് ചാകും എന്ന് ഇയാൾ അറിയുന്ന കാരണം കൊണ്ട് വീട്ടിലിരുന്ന് വണ്ടി ഇടിക്കത്തില്ലെന്ന് അറിയുന്നതല്ലേ? അത്രേ ഉള്ളതല്ല, അത്രയായി പറയുന്നത്. അത് റോഡ് അങ്ങനെ തന്നെ. റോഡിൽ പോകാത്ത ഒരാളിനെ അത് ആ സാധ്യത കംപ്ലീറ്റ് പോകും. തീർച്ചയായും ഇതുപോലെ അത് മനസ്സിലാക്കണ്ടേ. അല്ലാതെ അല്പം പോലും പ്രവചിക്കാൻ പറ്റത്തില്ലെന്നും ഇതൊന്നും നമുക്ക് എടുക്കാൻ പറ്റത്തില്ലെന്നും അങ്ങനെ ഒരു ലോകമില്ല. പ്രവചന സാധ്യതയുള്ളത് കൊണ്ടാണ്
നമ്മൾ ഈ കാണുന്ന ഇപ്പം നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് ഇത് കുറച്ച് കഴിഞ്ഞ് നിങ്ങൾ എഡിറ്റ് ചെയ്ത് റിലീസ് ചെയ്യാൻ പറ്റുമെന്നുള്ള പ്രവചന സാധ്യതയുള്ളതാ അത് അങ്ങനെ അത് മനസ്സിലാക്കണം. അതാണ്. പക്ഷേ മുല്ലപ്പെരിയാർ പൊട്ടില്ല എന്ന് എങ്ങനെ പ്രവചിക്കാൻ? ഞാൻ പറഞ്ഞ മുല്ലപ്പെരിയാർ പൊട്ടത്തില്ല എന്നുള്ളതല്ല, നമുക്ക് ഇപ്പം മനസ്സിലാകുന്ന തരത്തിലുള്ള കാരണങ്ങൾ കൊണ്ട് പൊട്ടത്തില്ല എന്നുള്ള. അല്ല, കാലപ്പഴക്കം കൊണ്ട് എല്ലാത്തിനും എന്താണെങ്കിലും മനുഷ്യനെ വരെ ഇപ്പൊ 25 വയസ്സിരിക്കുന്ന ഞാനും 75 വയസ്സിരിക്കുന്ന ഞാൻ ഒരുപോലെ ആയിരിക്കുമല്ലോ. ആ ഒരു കാലപ്പഴക്കത്തിന്റെ പ്രശ്നങ്ങൾ എല്ലാത്തിനും സംഭവിക്കുന്നത് കാലപ്പഴക്കം കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളെ അവിടെ പരിഹരിക്കുന്ന നടപടികൾ നടത്തുന്നതുകൊണ്ടാണ് അത് പറ്റത്തില്ല എന്ന് പറയുന്നത്.